എല്ലാം ഞാൻ പറയാം. ഒന്ന് ക്ഷമിക്കൂ, ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, അല്പം ക്ഷമിക്കൂ പ്ലീസ്. ഇപ്പൊ തൃപ്തിയായല്ലോ തനിക്ക്? ഈ യൂണിഫോം ആളെ കൊല്ലാനുള്ള ലൈസൻസ് അല്ല. It's my mistake, sir. പോയിട്ട് എന്താ വെച്ചാ? എന്താവാൻ, ഒന്നും നടക്കില്ല മോളെ. നമ്മളെ പോലെ ഗതികെട്ടവർക്ക് പഠിത്തവും പത്രാസൊന്നും പറഞ്ഞു. അല്ലച്ചാ, എന്താ ബാങ്ക് മാനേജർ പറഞ്ഞേ? പഠിക്കാൻ വായ്പ തരണമെങ്കിലേ ഈട് കൊടുക്കണോന്ന്. ഈ പുറമ്പോക്കാരൻ എന്നാ എടുത്ത് ഈട് കൊടുക്കാന്? വിദ്യാഭ്യാസ വായ്പയ്ക്ക് ഈടൊന്നും വേണ്ടാന്നാണല്ലോ സർക്കാർ പറയുന്നേ. എന്നാ സർക്കാരിനോട് മേടിച്ചോന്നാ അയാള് പറയുന്നേ. റാങ്കൊക്കെ കിട്ടിയതാന്ന് അച്ഛൻ പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു, കരഞ്ഞു കാല് പിടിച്ചു. അച്ഛാ, നാളെ ഞാനൊന്ന് പോയി നോക്കിയാലോ? എന്റെ അവസ്ഥ അറിയുമ്പോ 10ാം ക്ലാസ് മുതൽ റാങ്ക് വാങ്ങിയിട്ടുണ്ടോന്നൊക്കെ പറയുമ്പോ തുക എത്രയായാലും എന്താ, അത് തരാനല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ചിലപ്പോ സഹായിക്കാൻ തോന്നിയാലോ? നിങ്ങൾക്കൊക്കെ തന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ആർക്ക് ലോൺ കൊടുക്കാനാ സാറേ? ഒന്നും വേണ്ട, സൈൻ ചെയ്യാനുള്ള എല്ലാ പേപ്പേഴ്സും ഞാൻ അങ്ങോട്ട് കൊടുത്തുവിടാം. സാറ് വരണമെന്ന് തന്നെയില്ല, പണം അക്കൗണ്ടിൽ വരും. സാറ് ആവശ്യമുള്ളപ്പോ അതിനനുസരിച്ച് വിഡ്രോ ചെയ്തോണ്ടാ മാത്രം മതി. ഓ, ദാറ്റ്സ് ഓൾ റൈറ്റ്. അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ. ഓക്കെ, ബൈ. എന്താ സാർ, ഞാൻ ഒരു എഡ്യൂക്കേഷൻ ലോണിന് അച്ഛൻ ഇന്നലെ വന്നിരുന്നു. ഓ, മനസ്സിലായി. അത് നടക്കത്തില്ലെന്ന് അപ്പോഴേ അയാളോട് പറഞ്ഞാണല്ലോ. അല്ല സാർ, വേറെ വഴിയില്ലാത്തോണ്ടാ. എല്ലാ ക്ലാസ്സിലും ഞാൻ റാങ്ക് വാങ്ങിയിട്ടുണ്ട് സാർ. കൊച്ചെ, തുറന്നു പറയാം, 25-30 ലക്ഷം ക്യാപിറ്റേഷൻ ഫീ കൊടുത്ത് പഠിക്കുന്ന കാശിന് സൗകര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാ ഈ എഡ്യൂക്കേഷൻ ലോൺ. അല്ലാതെ കിടപ്പാടം പോലും ഇല്ലാത്ത കാശിന് സൗകര്യമുള്ളവർക്ക് എന്തിനാ സാർ ലോൺ? ഓ, നീ എന്നെ പഠിപ്പിക്കാൻ ഇറങ്ങിയതല്ലേ? ഇറങ്ങണി പുറത്ത്. പ്ലീസ് സാർ, പഠിക്കാൻ വേണ്ടിട്ടാ. ഓ, നീയൊക്കെ ഇനി പഠിച്ചിവിടെ രാജ്യം ഭരിക്കാൻ പോവല്ലേ? എടി കൊച്ചേ, നിന്നെ പോലെ പുറമ്പോക്കിലും വഴിവെക്കിലും ഒക്കെ താമസിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള പണി വേറെയുണ്ട്. കാണാനും വലിയ മോശമില്ലല്ലോ, ദമ്പടി കുറെ ഉണ്ടാക്കാം. ആ ബിസിനസ് തുടങ്ങാനേ ഒരു ലോണിന്റെ ആവശ്യമില്ല. അല്ല പിന്നെ പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എനിക്ക് പഠിക്കണം. ഇത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. എനിക്ക് പഠിക്കണം. കോളേജ് കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി നളിനി ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ നടത്തിയ പ്രകടനം അക്രമാസക്തമായി. വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും കോലം കത്തിച്ചു. നളിനിക്ക് വായ്പ നിഷേധിച്ച ബാങ്കിന് നേരെയും കയ്യേറുണ്ടായി.
വിദ്യാർത്ഥികളുടെ പ്രതിഷേധ പ്രകടനങ്ങൾക്കൊപ്പം തൊഴിലാളികളും സാധാരണ ജനങ്ങളും സമരം ഈ സർക്കാരിന്റെ ജനവിരുദ്ധമായ വിദ്യാഭ്യാസ നയമാണ്. ഇതിനിടെ നളിനിയുടെ ആത്മഹത്യയുടെ യഥാർത്ഥ കാരണത്തെപ്പറ്റി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വ്യക്തിപരമായി പറഞ്ഞാൽ വിദ്യാഭ്യാസ വായ്പ കിട്ടാത്തത് കൊണ്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പെൺകൊച്ചു ചാടി ചത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ആൺകൊച്ചും കാണും. ഈ ആത്മഹത്യക്ക് വേണ്ടി വല്ല പ്രണയരാശ്യമോ മറ്റോ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആ പെൺകൊച്ച് നേരെ ചൊവ്വേ ക്ലാസ്സിൽ ചെല്ലാറില്ലായിരുന്നെന്നാ അതിന്റെ സാർമാര് തന്നെ പറഞ്ഞു. ആ ദിവസങ്ങളിലൊക്കെ ആ പെൺകൊച്ച് എവിടെ പോയിരിക്കായിരുന്നു? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന ആത്മഹത്യകളെ പറ്റി മൗനം പാലിച്ച് നടന്നവരാണ് ഇപ്പോൾ വാളും പഴുതുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഒരു നളിനി കൂടെ ഇവിടെ മരിക്കാതിരിക്കുവാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങേണ്ടിയിരിക്കുന്നു. കാള പെട്ടെന്ന് കേട്ടപ്പോഴേ വടിയും കയറും എടുത്ത് ഇറങ്ങിയ കുട്ടിപ്പട്ടാളവും പ്രതിപക്ഷവും എല്ലാം ആദ്യം അതന്വേഷിക്കട്ടെ. അപ്പൊ പല കഥകളും പുറത്തു വരും. ഇത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ. ചൂടുള്ള വാർത്ത, ഇന്നത്തെ ചൂടുള്ള വാർത്ത. ബാങ്ക് മാനേജറുടെ വധത്തിന് മുന്നിൽ ബൈ ദ പേപ്പർ. ബാങ്ക് മാനേജറുടെ വധത്തിന് പിന്നിൽ ബൈ ദ പീപ്പിൾ. അതെ, നടക്കുന്ന ഈ ന്യൂസ് കേട്ടിട്ടും ഞെട്ടാതെ തേച്ചോണ്ട് നിക്ക. അല്ല, ഒരുക്കം കണ്ടാ തോന്നും ബൈ ദ പീപ്പിളിനെ പറ്റി പിടിക്കാൻ പോവാന്ന്. പൊടി പിടിച്ച ഫയലുമായിട്ട് ഗുസ്തി പിടിക്കാൻ പോവാന്ന് നമുക്കല്ലേ അറിയൂ. കളിയൊക്കെ നീയല്ലേ പറഞ്ഞത് ഈ ജോലിയായ പിന്നെ നിനക്ക് മനസ്സമാനുണ്ടെന്ന്? അത് നേരാ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ കത്തിയും തോക്കായിട്ട് ഇറങ്ങിയേനെ അവരെ പിടിക്കാൻ. കൊള്ളാം, ഒരു IPS കാരന്റെ ഭാര്യ പറയുന്ന വാചകം കൊള്ളാം. എന്താ പറഞ്ഞാല്? എന്തായാലും അവര് കൊല്ലുന്നത് നല്ല മനുഷ്യരൊന്നും അല്ലല്ലോ. ആ ബാങ്ക് മാനേജറെ പോലുള്ള ദ്രോഹികളെ അല്ലേ. ഞങ്ങള് രണ്ടാളും അവരുടെ സൈഡാ. രണ്ടാളോ? ഞാനും പിന്നെ ഈ കുഞ്ഞു പോലീസും. എന്തായി, തീർന്നില്ല രാഘവൻപിള്ളേ? ഇപ്പൊ തീരും സാർ. ഇത് ജാമ്പവാന്റെ കാലത്തുള്ള ഗിയർ ബോക്സാ, മൊത്തം അഴിക്കേണ്ടി വരും. പള്ളിമുക്ക് വരും. അല്ല സാറേ, സാറിന്റെ ജീപ്പിന് എന്നിട്ട് പറ്റിയേ? ആ, ജീപ്പിനൊരു ചെറിയ റിപ്പയർ. ബെസ്റ്റ്. ഞാനൊരു കാര്യം പറഞ്ഞ സാറിന് വിഷമം തോന്നരുത് കേട്ടോ. വണ്ടിക്കല്ല, സാറിന്റെ ഡിപ്പാർട്ട്മെന്റ് റിപ്പയർ വേണ്ടേ. അല്ലെങ്കിൽ പിന്നെ സാറിനെ പോലെ നല്ലൊരു ഓഫീസറെ ഇങ്ങനെ കൊണ്ടുപോയി മൂലയ്ക്ക് ഇരുത്തുവോ? എന്താ ഇയാളുടെ പേര്? സത്യനാഥൻ. ഡിപ്പാർട്ട്മെന്റിനെ എങ്ങനെ റിപ്പയർ ചെയ്യണമെന്നാ സത്യം പറയുന്നത്? കംപ്ലീറ്റ് അഴിച്ചു പണിയുന്നു സാറേ. ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, കംപ്ലീറ്റ് സിസ്റ്റം അഴിച്ചു പണിയണം. അതിനുള്ള പണിയൊക്കെ നമ്മുടെ പിള്ളേര് തുടങ്ങിയിട്ടുണ്ട്. പിള്ളേരോ? ആ, എന്ന് വെച്ചാ ബൈ ദ പീപ്പിള്. ദൈവം തമ്പുരാൻ പന പോലെ വളർത്തി വലുതാക്കിയ ദുഷ്ടന്മാരല്ലേ അവര് പുല്ല് പോലെ അരിഞ്ഞു കളണേ. സാറിന് എന്തൊട്ട് തോന്നിയാലും കുഴപ്പമില്ല, ഞങ്ങളൊക്കെ അവരുടെ സൈഡാ. ആ, എന്നാലും നിയമത്തിന്റെ മുന്നിൽ അവർ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ശരിയാ, അവര് തെറ്റുകാരാ. അപ്പോ ആ പെൺകുട്ടിയെ കൊന്ന ബാങ്ക് മാനേജർ ചെയ്താൽ ശരി? ആ, മതി മതി, ഇവിടെ നിർത്തിയാൽ മതി. സത്യൻ ഏതുവരെ പഠിച്ചു? സാറേ, MA ഫിലോസഫി, MA ഹിസ്റ്ററി, ഓ, MA മതി 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 മതി.
ഇത്രയൊക്കെ പഠിച്ചിട്ടും ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ തോന്നൽ ഇറ്റ്സ് നാച്ചുറൽ, എനിക്ക് മനസ്സിലാവും. ബട്ട് സത്യ, ക്രൈം ഇസ് ക്രൈം.